വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം കേരള സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ 2026 എന്ന പുതുവർഷം പിറന്നു വീണപ്പോ കേരളത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് അനന്തപുരിയിലേക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്കുള്ള ഈ യാത്ര ചരിത്രമുറങ്ങുന്ന പീരങ്കി മൈതാനിയിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. തികഞ്ഞ അഭിമാനബോധത്തോടുകൂടിയാണ് ഈ ജാഥയെ ഞങ്ങൾ ജനപ്രതിനിധികൾ ജനനേതാക്കൾ ഈ കൊല്ലം പട്ടണത്തിലേക്ക് വരവേൽക്കുന്നത്. 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനെന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയും 2012 മാനവികതയുടെ സന്ദേശം അല്ലെങ്കിൽ മാനവികതയുടെ ദർശനം സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ യാത്രയും അതിനുശേഷം 2026 മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ കാലിക പ്രസക്തമായിട്ടുള്ള സന്ദേശം ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ യാത്രയും ജാതി മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് കേരളത്തിന്റെ പൊതുസമൂഹം ആദരവോടുകൂടി സ്വീകരിച്ച 3 പ്രമേയങ്ങളായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ അഭിമാനബോധത്തോടുകൂടി അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1999 2012 നടന്ന കേരള യാത്രയുടെ നിരവധി സമ്മേളനങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം സംബന്ധിക്കാനും സംസാരിക്കാനും അവസരമുണ്ടായ ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ആ 2 ഘട്ടങ്ങളിലും സംഘർഷഭരിതമായ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ പ്രസക്തമായ പ്രമേയവുമായി കേരളത്തിൽ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയുടെ അന്തരം മനസ്സിലാക്കി ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇന്ന് കൊല്ലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ വ്യതിരിക്തമായിട്ടുള്ള പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം. മാനവികതയുടെ പരിപ്രേക്ഷ്യം തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത്. അപ്പൊ മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സർവ്വമൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് പ്രാകൃതമായ സംസ്കൃതിയിലേക്ക് നാട് നടന്നു നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി രൂപാന്തരപ്പെടുത്താനും നിലനിർത്താനും ആ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജാതിമത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ കാണാൻ സ്നേഹത്തോടെ ആർദ്രതയോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ നാട്ടിൽ രൂപപ്പെടണമെന്നുള്ള മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കേരള യാത്രയിൽ ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖയുടെ അവസാന പേജിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരോടൊപ്പം എന്നതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. ആ അർത്ഥം ഇതാണ്: ആധുനികത സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടൽ, മനുഷ്യന്റെ സംഘർഷങ്ങൾ, അന്യവൽക്കരണം, അർദ്ധരാഹിത്യം, ആധുനിക ജീവിതത്തിന്റെ ആശങ്കകൾ, മാനസികാരോഗ്യ പ്രതിസന്ധികൾ, മനുഷ്യരനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഭീഷണികളെ ഇസ്ലാമിക സങ്കല്പങ്ങളിലൂടെ സുഖപ്പെടുത്തുന്നു. ആത്മീയമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ, തത്വചിന്താപരമായിട്ടുള്ള തെളിച്ചം, ധാർമ്മികമായ വെളിച്ചം എന്നിവ നൽകി മനുഷ്യനെന്ന ആധുനിക കർത്തൃത്വത്തെ സുരക്ഷിതമാക്കുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള കൃത്യമായ വീക്ഷണമാണ് കേരള യാത്രയിൽ മുന്നോട്ട് വെക്കുന്നത്. ആ മനുഷ്യർ എന്ന് പറയുന്നത് ഈ ലഘുലേഖയിൽ സൂചിപ്പിച്ചിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു സൗഹൃദം, മതപരമായ വിശ്വാസവും വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ 5 നേരം നിസ്കരിക്കുന്നതുൾപ്പെടെ ഏകദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി എന്ന സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴും വർഷത്തിൽ 1 മാസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നൊയമ്പനുഷ്ഠിക്കുമ്പോഴും അതുപോലെ സക്കാത്ത് എന്ന് പറയുന്ന സൽക്കർമ്മം നിർവഹിക്കുമ്പോഴും
പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ചര്യകളെ കൃത്യതയോടുകൂടി പിൻപറ്റിക്കൊണ്ട് മതാചാരാനുഷ്ഠാന പ്രകാരം ജീവിക്കുമ്പോഴും മതനിരപേക്ഷമായ സൗഹൃദം സമൂഹത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ മാസം 26 കോഴിക്കോട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിച്ച് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോ അതിന്റെ ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു യാത്രയുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളത്തിന്റെ തെരുവീഥികളിലൂടെ 94-ാമത്തെ വയസ്സിൽ ഈ തെരുവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോ മതനിരപേക്ഷ സൗഹൃദമാണ് മതവിശ്വാസം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനമെന്ന മഹത്തായ സന്ദേശം നൽകുമ്പോ അതാണ് യഥാർത്ഥ മനുഷ്യനെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ബഹുസ്വര സമൂഹത്തിലെ സഹകരണങ്ങൾ, സമാധാനം, ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിത്തം, സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം, മാനവികതയുടെ മൗലിക ഭാഗങ്ങളെ പ്രകാശിപ്പിക്കാത്തത് എന്തു ജീവിതം? സഹകാരിയായ മനുഷ്യനെയാണ് സമൂഹം ഇന്ന് അന്വേഷിക്കുന്നത്. ഈ കാഴ്ചപ്പാട്, ഈ ദർശനങ്ങൾ